നിയമസഭാ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിൽ ഒരു വർഷം തികച്ചില്ല. എന്നാൽ ഇപ്പോഴേ പോരാട്ട ചിത്രം തെളിഞ്ഞു വരികയാണ്. 2021 13 പാർട്ടികൾ അടങ്ങിയ വലിയ മുന്നണിയുടെ തലപ്പത്തായിരുന്നു DMK. എന്നാൽ മുന്നണിയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയത് 6 പാർട്ടികൾക്ക് മാത്രം. 234 അംഗ നിയമസഭയിൽ 133 സീറ്റുമായി DMK തനിച്ച് കേവല ഭൂരിപക്ഷം നേടി. ഇക്കുറി CPM അടക്കം പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും DMK സഖ്യത്തിൽ കാര്യമായ വിള്ളൽ പ്രതീക്ഷിക്കേണ്ട. AIADMK നയിക്കുന്ന BJP ഉൾപ്പെടുന്ന NDA ആണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷം. വിജയകാന്ത് സ്ഥാപിച്ച DMDKയും GK വാസന്റെ തമിഴ് മാനില കോൺഗ്രസും മുന്നണിയിലുണ്ട്. TTV ദിനകരനെയും O പനീർസെൽവത്തിനെയും ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുന്നു. വണ്ണിയർ സമുദായ പാർട്ടിയായ PMK കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയിലായിരുന്നെങ്കിലും ഇപ്പോൾ അച്ഛൻ രാംദാസും മകൻ അൻപുമണിയും പരസ്യപ്പോരിലാണ്. PMK ഏത് മുന്നണിയിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ തമിഴക വെട്രിക്കഴകം 3ാം മുന്നണിക്കുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റിയിട്ടില്ലാത്ത TVKയ്ക്കൊപ്പം നിലവിൽ 4 ആൾ അറിയുന്ന പാർട്ടിയൊന്നുമില്ല. എങ്കിലും 10% വോട്ട് TVK നേടുമെന്നാണ് മിക്ക പ്രവചനങ്ങളും. സീമാൻ നയിക്കുന്ന തീവ്ര തമിഴ് വികാരമുയർത്തുന്ന നാം തമിഴർ കക്ഷി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8% വോട്ട് നേടിയിരുന്നു. സീമാനെ BJP പാളയത്തിലെത്തിക്കാൻ പിൻവാതിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും 234 സീറ്റിലും തനിച്ച് മത്സരിക്കുമെന്നതാണ് സീമാന്റെ ഇപ്പോഴത്തെ നിലപാട്. സീമാന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ അടുത്ത വർഷം ചതുഷ്കോണ പോരാട്ടം ഉറപ്പിക്കാം. 2016 ജയലളിത അധികാരത്തിലിരിക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായാണ് പലരും 2026 പോരാട്ടത്തെ ഇപ്പോൾ തന്നെ താരതമ്യം ചെയ്യുന്നത്. അന്നും ചതുഷ്കോണ പോരാട്ടമുണ്ടായി. ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയപ്പോൾ ജയലളിതയ്ക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു. 2026 ആ ഭാഗ്യം സ്റ്റാലിന് ലഭിക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം.